The length and width of a rectangle are measured with errors of at most 3% and 4% respectively. Use differential to approximate the maximum percentage error in the calculated area. നമുക്ക് ഡിഫറൻഷ്യൽസ് വെച്ചിട്ട് മാക്സിമം പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് if z is equal to a function of xy is differentiable at x naught y naught, then differential of z at x naught y naught is dz is equal to fx of x comma y dx plus fy of x comma y dy. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ സെഡ് എന്ന് പറയുന്നത് എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അത് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഡിഫറൻഷ്യൽ ഓഫ് സെഡ് എന്ന് പറയുന്നത് dz is equal to fx of xy dx plus fy of xy dy എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ ഈ എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റും കൊടുക്കാറുണ്ട്. നമുക്ക് ഇങ്ങനെ ജനറൽ ആയിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, നമുക്ക് ഇവിടെ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് റെക്ടാങ്കിൾ തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്നതാണ് എക്സ് പി ഇത് ലെങ്ത് ആയിട്ട് ഞാൻ എടുക്കണത്. ഇനി നിങ്ങളുടെ വൈ ബി ദ വിഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്താ, റെക്ടാങ്കിളിന്റെ ഏരിയ നമുക്കറിയാലോ, ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ആണ്. അതായത് എന്തെന്ന് വരും, എക്സ് വൈ എന്ന് വരും. ഇപ്പൊ നമുക്കിവിടെ സെഡ് എഴുതിയ പോലെ ഇവിടെ നിങ്ങൾക്ക് എന്താ ഏരിയ അല്ലേ ഉള്ളത്. അപ്പൊ നിങ്ങളുടെ ഡി എ എന്താ, ഡി എ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാ എനിക്ക്, ഫങ്ഷൻ എക്സ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എഫ് വൈ എക്സ് ഓഫ് വൈ ഡി വൈ എന്ന് എഴുതാം. കാരണം എക്സിലും വൈയിൽ തന്നെയാണല്ലോ ഈ ഫങ്ഷൻസ് കിടക്കുന്നത്. ഓക്കെ, എഫ് എക്സ് എന്താ, എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫംഗ്ഷന്റെ എക്സ് വെച്ചിട്ടുള്ള ഡെറിവേറ്റീവ്. ഇവിടെ ഫംഗ്ഷൻ എന്താ, എ അല്ലേ. അപ്പൊ എനിക്ക് എന്തെന്ന് എഴുതാ, എ എക്സ് എഴുതിയാലും മതി കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്തെന്ന് എഴുതാ, ഇത് ഡോ എ ബൈ ഡോ എക്സ് അല്ലേ എഫ് എക്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ എ എക്സ് എഴുതിക്കോ, അല്ലെങ്കിൽ ഇങ്ങനെ ഡൗട്ട് വേണ്ട, എ എക്സ് എ വൈ. അപ്പോ എക്സ് equal to ഡോ എ ബൈ ഡോ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് നിങ്ങളുടെ എക്സ് വൈ എന്ന് വരും അല്ലെ. ചെയ്ത എന്തെന്നാ കിട്ടുക, എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോ എന്തായി, 1 ആയി പോയി. ബാക്കി എന്താ ഉള്ളത്, വൈ ഉണ്ട്. ഇനി എ വൈ എടുക്കുക, എ വൈ ഈക്വൽ ടു എന്താണ്, ഡോ എ ബൈ ഡോ വൈ. ഇനിയല്ലേ എ വൈ എന്ന് പറയാ, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, എക്സ് എന്ന് വരും. കാരണം വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോ 1 എന്ന് വരും അല്ലെ. ഇനി അത് കൊണ്ടുപോയിട്ട് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഡി എ ഇസ് ഈക്വൽ ടു എന്തെന്ന് വന്നു, ഡി എ ഈക്വൽ ടു വൈ ഇൻറ്റു എന്തെന്ന് എഴുതാ എനിക്ക്, ഡി എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ എന്ന് എഴുതിക്കൂടെ. ഇനി ഞാൻ ഇതിനെ എന്ത് ചെയ്യാണ്, ഈ മൊത്തം ഇതാണ് എന്റെ ഡിഫറൻഷ്യലിന്റെ ഇക്വേഷൻ. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ എക്സ് വൈ. കാരണം എനിക്ക് എറർ കിട്ടേണ്ടത്, പെർസെൻറ്റേജ് ഓഫ് എറർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, എറർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡി എ ബൈ എ എന്നുള്ളൊരു ഫോർമാറ്റിൽ കിട്ടണം അല്ലേ. അപ്പോഴല്ലേ ആ ചേഞ്ച് ഇൻ എറർ ബൈ ഒറിജിനൽ വാല്യൂ, ആ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ എന്ന് കിട്ടണ്ടേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഡി എ ബൈ എ, രണ്ട് സൈഡ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ റൈറ്റ് സൈഡിൽ എ തന്നെ വരും പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ എ. അല്ലെങ്കിൽ ആദ്യം ഇങ്ങനെ ഓൾ ഡിവൈഡഡ് ബൈ എ എന്നല്ലേ വരിക. ഇനി ഇവിടെ ഡി എ ബൈ എ ഇസ് ഈക്വൽ ടു സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തൂടെ, വൈ ബൈ എ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് വൈ ആണ് നിങ്ങളുടെ ഏരിയ, പ്ലസ് എക്സ് ബൈ എക്സ് വൈ ഇൻറ്റു ഡി വൈ എന്ന് വരും. വൈ വൈ ഗെറ്റ് ക്യാൻസൽ, എക്സ് എക്സ് ഗെറ്റ് ക്യാൻസൽ.
അപ്പൊ നിങ്ങൾക്ക് എന്തെന്ന് കിട്ടി? ഡി എ ബൈ എ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? ഡി എക്സ് ബൈ എക്സ് പ്ലസ് ഡി വൈ ബൈ വൈ. ഇനി ഈസി അല്ലേ മക്കളെ? നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? നിങ്ങളുടെ ലെങ്ത്തിന്റെ എറർ 3%, വിഡ്ത്തിന്റെ എറർ 4% ആണെന്നും തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഏതാ? അതായത് നമ്മൾ റിലേറ്റീവ് എറർ ആണ് കണ്ടുപിടിക്കുന്നത്. റിലേറ്റീവ് എറർ ഇസ് ഈക്വൽ ടു എന്തെന്നാണ്? ഡെൽ ഓഫ് എ ബൈ എ ആണ്. ഈ ഡെൽ ഓഫ് എ ബൈ എ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ്? ഡി എ ബൈ എ തന്നെയല്ലേ? അതുപോലെ എക്സ് ഡെൽറ്റ എക്സ് ബൈ എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ്? ഡി എക്സ് ബൈ എക്സ് ആണ്. അതിന്റെ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ലെങ്ത്തിന്റെ എറത്തിൽ തന്നിട്ടില്ല, 3% ആണ് തന്നിട്ടുണ്ട്. അതായത് 0.03 എങ്ങനെ എഴുതി കൂടെ എനിക്ക്? അതുപോലെ ഡെൽറ്റ വൈ ബൈ വൈ, ഇതാണ് നമ്മളുടെ എന്ത്? റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ശരിക്കും എറർ എന്താ? നമ്മുടെ ആക്ച്വൽ വാല്യൂവിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച അപ്രോക്സിമേറ്റഡ് വാല്യൂ കുറയ്ക്കുന്നതാണ്. അതായത് ആക്ച്വൽ വാല്യൂ എക്സ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അപ്രോക്സിമേറ്റഡ് വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ എറർ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി റിലേറ്റീവ് എറർ അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ ഡിവൈഡഡ് ബൈ അതിന്റെ ആക്ച്വൽ വാല്യൂ ആണ്. അപ്പൊ അതേ ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? പെർസെന്റേജ് എറർ കിട്ടണത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ ഏത് എററാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? The length and width of the rectangle are measured with errors of at most 3% and 4%. അതായത് പെർസെന്റേജ് എറർ ആണ് തന്നിട്ടുള്ളത്. പെർസെന്റേജ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെൽറ്റ വൈ ബൈ വൈ അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ബൈ എക്സ് ആണ്. ഇത് ദാറ്റ് ഈസ് അപ്രോക്സിമേഷൻ. ഡെൽറ്റ എക്സും അതുപോലെ ഈ ഡി വൈ ബൈ വൈ എന്നൊക്കെ ഉള്ളത് ഡെൽറ്റ എക്സ് ഡി വൈ ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, ഇത് എന്താണ്? ഈക്വൽ ടു 0.04 ആണ്. നിങ്ങളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഏതിന്റെ കണ്ടുപിടിക്കാനാണ്? കാൽക്കുലേറ്റ് ചെയ്ത ഏരിയയുടെ എറർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതെന്ന് പറയാൻ ഡി എ ബൈ എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? ഡി എക്സ് ബൈ എക്സ്. കാരണം ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ അല്ലേ? ഡി വൈ ബൈ വൈ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.07. അങ്ങനെയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ എന്ത്? റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പെർസെന്റേജ്, therefore percentage error equal to relative error into 100 ആണ്. ഓക്കെ, എന്തെന്ന് വരും? 7%. ഇത് മനസ്സിലായില്ലേ?